Every year, millions of migrant workers move to cities in search of better livelihoods, but their children are often left behind, struggling to access basic education. We have quite a number of migrant workers from Jharkhand and Assam. Most of them are from Jharkhand. Quite of them are coming to our school. They study well, but the lacking is few of them are not able to come to school regularly because they have to take care of their little ones who their parents leave behind and go for work, and because of some financial difficulties they are not able to come. They are not able to afford certain basic needs, so it affects their future. Studies found that about 40% of children of migrant workers are absent from schools. More boys are out of school than girls, perpetuating the cycle of poverty. Children who migrate to cities with their parents are more likely to stop schooling due to lack of infrastructure, financial crisis, language barriers, also to look after their younger ones when their parents go to work. എല്ലാ ദിവസവും സ്കൂളിൽ വരാത്തൊരവസ്ഥയുണ്ട്. മഴയോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ വരാതിരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ നോക്കാൻ വേണ്ടി പലപ്പോഴും ഒരു വീട്ടിൽ തന്നെ താമസിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ പിന്നെ ആ കുട്ടികൾ വിദ്യാഭ്യാസം വേണ്ടി ഇവിടെ വരണമെങ്കിൽ ആ ചെറിയ കുട്ടികളെയും ഒപ്പമാണ് ഇവിടെ വരുന്നത്. നമുക്ക് എല്ലാ കുട്ടികളും ചില സമയത്ത് നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് റോളിൽ ചേർക്കാൻ പറ്റാത്ത ആധാർ കാർഡും അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റും ഇല്ലാതെ വരുന്ന കുട്ടികളുണ്ട്. അവരെ നമ്മൾ കൗണ്ടിങ്ങിലൊന്നും ചേർക്കുന്നില്ല. ആ കുട്ടികൾ വരികയും പഠിക്കുകയും ഒക്കെ പോകുന്നുണ്ട്. ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ ഭാഷകളാണ് ഇത് സംസാരിക്കുന്നത്. അവരുടെ അങ്ങനെ അവർ പഠിപ്പിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് അസാമിലും അതുപോലെ ജാർഖണ്ഡിൽ നിന്നുമാണ് കുട്ടികൾ കൂടുതൽ ഇവിടെ പഠിക്കുന്നത്. അസാമിൽ കുറച്ച്, ജാർഖണ്ഡിൽ കുറേ കുട്ടികളാണ്, ജാർഖണ്ഡിലാണ് ബഹുഭൂരിപക്ഷം കുട്ടികളും പഠിക്കുന്നത്. ഇവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് മൈഗ്രേറ്റ് ആയി പോകുന്നു. ജോലി കിട്ടുന്ന അവസരത്തിൽ ഒരു എസ്റ്റേറ്റിൽ ജോലി കുറവാണെങ്കിൽ ഉടൻ തന്നെ അടുത്ത എസ്റ്റേറ്റിലേക്ക് പോവുകയാണ്. അപ്പം അങ്ങനെ ഇവരുടെ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് മുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ 3 വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് ഇവർ സ്വന്തം നാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഒരു വലിയ ബ്രേക്കാണ് എടുക്കുന്നത്. 3 മാസം 4 മാസം കഴിഞ്ഞാണ് ഇവർ വീണ്ടും സ്കൂളിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ കണ്ടിന്യൂസ് വിദ്യാഭ്യാസം മുടങ്ങുന്നുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇവരുടെ നമ്മുടെ വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എല്ലാ ശേഷികളും ഇവർക്ക് ലഭ്യമാക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. അതിൻ്റെ കാരണം ഇവർ നിരന്തരമായിട്ട് സ്കൂളിൽ വരാതിരിക്കുന്നത്, മൈഗ്രേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് രാവിലെ വിവിധ ക്ലാസ്സുകളിൽ അവരുടെ സ്റ്റാൻഡേർഡ് പ്രായം അനുസരിച്ച് വിവിധ ക്ലാസ്സുകളിൽ നമ്മൾ കുട്ടികളെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഈ കുട്ടികളെല്ലാം ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഈ വാളണ്ടിയർ ക്ലാസ് നയിക്കും. അതുപോലെ അധ്യാപകരെ അതാത് ക്ലാസ്സിൽ നിന്ന് ഈ വാളണ്ടിയർ സഹായിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇവരുടെ വിദ്യാഭ്യാസം പോകുന്നത്. പലപ്പോഴും നമ്മൾ ഈ കുട്ടികൾ ആ പ്രാദേശികമായിട്ട് തമിഴ് മലയാളമൊക്കെ ഒരു പെട്ടെന്ന് ക്യാച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് മലയാളത്തിൽ പറഞ്ഞാലും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. വളരെ നമ്മുടെ കുട്ടികളെ പോലെ തന്നെ അത് മാറിയിട്ടുണ്ട്. അവർക്ക് യൂണിഫോമും ഉച്ചഭക്ഷണവും ഒക്കെ സർക്കാർ സൗജന്യമായി തന്നെ സാധാരണ എല്ലാ കുട്ടികളും കൊടുക്കുന്ന പോലെ തന്നെ അവർക്കും ലഭ്യമാക്കുന്നുണ്ട്. അത് കൂടാതെ ഇവർക്ക് SSA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്നാക്സ് ഐറ്റം ഇടയ്ക്കിടയ്ക്ക് SSAയിൽ നിന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഇവരുടെ വിദ്യാഭ്യാസം പോകുന്നത്. ഇടയ്ക്ക് നമ്മുടെ ഇവരുടെ വീടുകളുടെ ഹൗസ് വിസിറ്റ് നടത്തുന്നുണ്ട്. അതിലൂടെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും കുട്ടികളെ വീണ്ടും സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവണത ഉണ്ട്. അതുപോലെ തന്നെ ആധാർ എടുക്കാത്ത കുട്ടികളെ ആധാർ എടുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമവും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും പരമാവധി എല്ലാ കുട്ടികളെയും നമ്മൾ ഈ പ്രദേശത്തിലെ ഇതര സംസ്ഥാനത്തിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും സ്കൂളിൽ എത്തിക്കാനുള്ള നല്ല പ്രവർത്തനമാണ് നടന്നു വരുന്നത്. It's time to prioritize education for migrant workers' children, ensuring a brighter future for our future generation and also for the upliftment of the nation. The education crisis facing migrant workers' children demands attention. Let's work together to provide access to quality education.